പ്രിയമുള്ളവരെ, വചനജ്വാല 1019 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 15 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 15 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് തന്നെ നമ്മള് ദൈവവചനം യൂദത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതലുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. യൂദത്തിന്റെ പ്രാർത്ഥന. അനന്തരം യൂദിത്ത് സാഷ്ടാംഗം വീണു, തലയിൽ ചാരം പൂശി ധരിച്ചിരുന്ന ചാക്കുവസ്ത്രം അനാവരണം ചെയ്ത് ജെറൂസലേം ദേവാലയത്തിൽ സായാഹ്ന ധൂപാർപ്പണ സമയത്ത് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. എന്റെ പിതാവായ ശിമയോന്റെ ദൈവമായ കർത്താവെ, ഒരു കന്യകയെ മലിനയാക്കാൻ, അവളുടെ വസ്ത്രം അഴിക്കുന്ന, അവളെ ലജ്ജിപ്പിക്കാൻ, അവളുടെ നഗ്നത വെളിപ്പെടുത്തുന്ന, അവളെ അപമാനിക്കാൻ, അവളുടെ ഗർഭപാത്രം മലിനമാക്കുന്ന ഏത് വിദേശീയനോടും പ്രതികാരം ചെയ്യുന്നതിന് അവിടുന്ന് എന്റെ പിതാവിനെ ഖഡ്ഗം കൊടുത്തുവല്ലോ. എന്തെന്നാൽ അത് ഒരിക്കലും സംഭവിക്കരുത് എന്നാണ് അവിടുത്തെ കൽപ്പന. എങ്കിലും അവർ അത് ചെയ്തു. അതിനാൽ അവരുടെ ഭരണകർത്താക്കൾ കൊല്ലപ്പെടാനും അവരുടെ ചതിപ്രയോഗത്താൽ ലജ്ജ പൂണ്ട കിടക്കകൾ രക്തപങ്കിലമാകാനും അവിടുന്ന് ഇടവരുത്തി. സിംഹാസനസ്ഥനായിരുന്ന കുമാരന്മാരോടൊന്നിച്ച് അടിമകളെയും അവിടുന്ന് അടിച്ചു വീഴ്ത്തി. അവരുടെ ഭാര്യമാർ കൊള്ളയടിക്കപ്പെട്ടു, പുത്രിമാർ തടവിലാക്കപ്പെട്ടു. അങ്ങയോടുള്ള ഭക്തിയിൽ തീഷ്ണതയും തങ്ങളുടെ രക്തത്തെ മലിനമാക്കിയതിൽ വെറുപ്പും ഉൾക്കൊണ്ട് അവിടുത്തെ സഹായം അപേക്ഷിച്ച അരുമസന്താനങ്ങൾക്ക് അവിടുന്ന് കൊള്ള മുതലെല്ലാം വീതിച്ചു. ദൈവമേ, എന്റെ ദൈവമേ, വിധവയായ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുന്നാണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത്. ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ. അതെ, അവിടുത്തെ ഹിതം നിറവേറി. അവിടുന്ന് ഇച്ഛിച്ച കാര്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്ന് ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞു. എന്തെന്നാൽ അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കിയവരും അവിടുത്തെ വിധികൾ മുന്നറിവോടും കൂടിയവയുമാണ്. അസീറിയയുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. കുതിരകളാലും കുതിരക്കാരാലും അവർ പ്രബലരായിരിക്കുന്നു. കാലാൾപ്പടയുടെ ശക്തിയാൽ അവർ അഹങ്കരിക്കുന്നു. പരിച, കുന്തം, വില്ല്, കവിണ എന്നിവയിൽ അവർ ആശ്രയിക്കുന്നു. അവിടെന്നാണ് യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവെന്ന് അവർ ഗ്രഹിക്കുന്നില്ല. കർത്താവെന്നത്രേ അവിടുത്തെ നാമം. അവിടുത്തെ ശക്തിയാൽ അവരുടെ കരുത്ത് തകർക്കണമേ. അവിടുത്തെ കോപത്താൽ അവരുടെ പ്രതാപം നശിപ്പിക്കട്ടെ. അവിടുത്തെ ശ്രീകോവിൽ അശുദ്ധമാക്കാനും അവിടുത്തെ മഹത്തായ നാമം കുടികൊള്ളുന്ന വിശുദ്ധ മന്ദിരം മലിനമാക്കാനും ബലിപീഠത്തിന്റെ വളർക്കോൺ വാളുകൊണ്ട് മുറിച്ചു കളയാനും അവർ ഉന്നം വയ്ക്കുന്നു. അവരുടെ അഹങ്കാരം കാണണമേ. അവിടുന്ന് അവരുടെ മേൽ കോപം വർഷിച്ചാലും വിധവയായ എനിക്ക് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ട ശക്തി നൽകണമേ. പ്രഭുവിനോടൊപ്പം അടിമയെയും ദാസനോടൊപ്പം പ്രഭുവിനെയും എന്റെ അധരത്തിന്റെ വ്യാജത്താൽ വീഴ്ത്തണമേ. ഒരു നാരിയുടെ കൈയാൽ അവരുടെ അഹങ്കാരം തകർക്കണമേ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയായ വിശുദ്ധ ജർമ്മയിൻ കുസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം കൂടിയാണ്. ഒരു കൈ സ്വാധീനമില്ലാത്തതും കണ്ഠമാല എന്ന അസുഖം ബാധിച്ചവളുമായിരുന്നു ജർമ്മയിൻ കുസിൻ. ശിശുപ്രായത്തിൽ അമ്മ നഷ്ടപ്പെട്ടു. രണ്ടാനമ്മ അസുഖം പകരാതിരിക്കാൻ
കുതിരാലയം പോലുള്ള ഒരു മുറിയിലാണ് ഇവളെ താമസിപ്പിച്ചിരുന്നത്. ഭക്ഷണം കൃത്യമായി കൊടുത്തിരുന്നില്ല. ആടുമേക്കലായിരുന്നു ജോലിയെങ്കിലും ജർമ്മയിന്റെ ചിന്തകൾ ദൈവത്തിലേക്ക് തിരിഞ്ഞിരുന്നു. പഠിച്ചിട്ടില്ലെങ്കിലും ജപമാല ചൊല്ലിയിരുന്നു. വിശുദ്ധ കുർബാനയും പള്ളിപ്രസംഗങ്ങളുമായിരുന്നു വിജ്ഞാനകോശം. ദൈവമാതാവിനോട് പ്രത്യേക ഭക്തിയുണ്ടായിരുന്നു. വളരെ ദുർലഭമായി ലഭിച്ചിരുന്ന ഭക്ഷണം പോലും ദരിദ്രമായി പങ്കുവച്ചിരുന്നു. നിറഞ്ഞ നദിയുടെ മുകളിലൂടെ നടന്നു പോയതായി പറയപ്പെടുന്നു. വിശുദ്ധിയിൽ ഏകാന്തമായി സഹനങ്ങളോട് പടവരുതി 22-ാം വയസ്സിൽ വിട പറഞ്ഞു. കന്യകയായ വിശുദ്ധ ജർമ്മയിന്റെ മധ്യസ്ഥത യാചിച്ച് നമ്മൾ ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് പ്രവേശിക്കാം.